ഒറ്റപ്പാലത്ത് തോട്ടക്കരയിലെ ഇരട്ട കൊലപാതകം പ്രതി മയക്കുമരുന്ന് കേസുകളിലും പ്രതി. പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി മയക്കുമരുന്നിന് അടിമയായിരുന്നതായി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുറച്ച് കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രതിയുടെ കയ്യിൽ സംഭവസമയത്ത് ആയുധങ്ങളും മയക്കുമരുന്നും ഉണ്ടായിരുന്നു. ശാസ്ത്രീയ അന്വേഷണം നടത്തുന്നുണ്ട്. റാഫി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സംസാരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച ലക്ഷണങ്ങളുണ്ട്. പ്രതി അപകടനില തരണം ചെയ്തതായി അജിത് കുമാർ പറഞ്ഞു. രണ്ട് ആളുകൾ ഇവിടെ ഇത് പ്രായമായിട്ടുള്ള രണ്ട് ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേര് മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിൻ്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 years old അപ്രോക്സിമേറ്റ്ലി. പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത്. ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ്. ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ബോഡീൻ്റെ ഇൻക്വസ്റ്റാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പ്രതിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം, പിന്നെ റിമാൻഡിൻ്റെ കാര്യം, മറ്റ് സയന്റിഫിക് അന്വേഷണത്തിന്റെ കാര്യം ഇപ്പോൾ കണ്ടിന്യൂ. പല കേസുകളിലും പ്രതിയായിരുന്നു എന്നുള്ളത് കുറച്ച് കേസുകളുണ്ട്. NDPS അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ നമുക്ക് ഇപ്പോൾ സിസ്റ്റം നോക്കിയിട്ട് കറക്റ്റ് ഏത് കേസുകളാണ് നമുക്ക് കൺഫേം ചെയ്യുന്നത്. ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് തോന്നുന്നത്. ഇത് നമുക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, പക്ഷെ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. ഇയാൾ ഈ ലഹരി ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തുന്നത്. നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത്. പക്ഷേ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ സയന്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അയാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത്. കറക്റ്റ് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. സയന്റിഫിക് ചെക്കിംഗ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. രാത്രി 11 മണിയോടെയാണ് 2 വയോധികരെ കുത്തി കൊലപ്പെടുത്തി മകളുടെ ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 4 മണിയോടെയാണ് പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയത്. UTV ന്യൂസ്, പാലക്കാട്.